ഗൈസ് നമ്മൾ ഇന്ന് ഒരു മല കയറാൻ പോവാണ് ഗൈസ്. ഇന്ന് ഞാൻ ഇവിടെ സൈപ്രസ് എന്ന് പറഞ്ഞൊരു മൗണ്ടൻ ഉണ്ട്. ആ മൗണ്ടനിൽ ഒരു ഹൈക്ക് ഉണ്ട്. ഞാൻ കുറെ നാളുണ്ട് അത് ചെയ്യണം എന്ന് വിചാരിക്കുന്നു. കൂടുതൽ അങ്ങ് സമ്മറായി അങ്ങ് ഭയങ്കര ചൂടായാലും ചടങ്ങാ. അപ്പൊ ഇപ്പോഴത്തെ വെതർ എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് വെതർ. അത്യാവശ്യം കണ്ടോ നല്ല സണ്ണിയാണ്, എന്നാ തണുപ്പുമുണ്ട്. പിന്നെ കുറച്ചൊക്കെ ഒരു ഉച്ചയൊക്കെ ആകുമ്പോഴത്തേക്കും 20 ഒക്കെ വരെ പോകും. നല്ല വെതറാണ് ഇപ്പം. അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്ന് എന്തായാലും അതൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് ഇന്നലെ ഞാൻ വർക്ക് എടുത്ത് എനിക്കൊരു എൻ്റെ ഓഫായിരുന്നു. ബട്ട് സ്റ്റിൽ എനിക്കൊരു ഷിഫ്റ്റ് കിട്ടി. ഞാൻ ജോലിക്ക് പോകുന്ന ദിവസം എന്താണെന്ന് അറിയത്തില്ല ഗൈസ്, മുടിഞ്ഞ മഴ. ഇന്നലെ അന്യായ മഴയായിരുന്നു. അതൊക്കെ പോട്ടെ. അപ്പൊ ഏതായാലും നമ്മൾ ഇന്നൊരു മല കയറുകയാണ് ഗൈസ്. അങ്ങനെ കാനഡയിൽ ഒരു നല്ലൊരു ഇലക്ഷൻ ഒക്കെ കഴിഞ്ഞു. ഇലക്ഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതായിരുന്നു ഇലക്ഷൻ. ബിക്കോസ് ഒരു ജാനുവരി വരെ കൺസർവേറ്റീവിന്റെ പിയർ പോളിവർ ഇവിടെ ഇത് പ്രൈം മിനിസ്റ്റർ ആകുമെന്നുള്ള 100% ഷുവർ ആയിരുന്നു. അവരുടെ ഈ എക്സിറ്റ് പോൾ പോലത്തെ സംഭവങ്ങളൊക്കെ അവർക്ക് അനുകൂലമായിരുന്നു. പെട്ടെന്ന് അത് മാറിയുകയും ചെയ്തു. ആ മറിഞ്ഞ സമയത്ത് ഇവര് ലിബറൽസ് ഇവിടെ ഇലക്ഷൻ കോൾ ചെയ്തു. ഭയങ്കര അതൊക്കെയാണ് ഈ ഇലക്ഷൻ തന്ത്രങ്ങളെന്ന് പറയുന്നത്. അങ്ങനെ ഏതായാലും അത് മെയിനായിട്ട് വന്നത് ഈ ട്രംപിന്റെ ടാരിഫ് ത്രെറ്റും കാര്യങ്ങളും ഒക്കെയാണ്. അതുകൊണ്ട് അതുവരെ ട്രംപുമായിട്ട് കൂടുതൽ നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റുന്നത് മാർക്ക് കാർണി അല്ലെങ്കിൽ ലിബറൽസിനായിരിക്കുമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ കയറി വന്നത്. എനിവേസ് അത് ഭയങ്കര ഒരു അട്ടിമറി എന്നൊക്കെ വേണേൽ നമുക്ക് പറയാം. അതുപോലെ തന്നെ എൻ ഡി പി എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു പഞ്ചാബി ഗ്രൂപ്പ് ഓഫ് ആളുകളുടെ ഒരു പാർട്ടിയാണ്. അത് അവർക്ക് 24 സീറ്റ്സ് ഉണ്ടായിരുന്നു കേസ് കഴിഞ്ഞ വർഷം. ഈ വർഷം അത് വെറും 7 സീറ്റായിട്ട് ഒതുങ്ങി. അത് തന്നെയല്ല അവരുടെ ലീഡർ ജഗ്മീത് സിംഗ് വളരെ ദയനീയമായിട്ട് നമ്മുടെ ബേർണബി സെന്ററിൽ നിന്ന് പൊട്ടുകയും ചെയ്തു. അപ്പൊ പുള്ളി ആ ലീഡർ സ്ഥാനം ഒഴിയുക. അതുപോലെ തന്നെ പിയർ പോളിവറും തോറ്റു. ഓട്ടോവയിൽ നിന്ന് പുള്ളി തോറ്റു. അപ്പൊ പുള്ളി ഇപ്പൊ വീണ്ടും ആ ലീഡർ സ്ഥാനം നിലനിർത്താൻ വേണ്ടി പുള്ളി ആൽബർട്ടയിൽ ഒരിടത്ത് ഉള്ള ഒരു MBA കൊണ്ട് റിസൈൻ ചെയ്യിപ്പിച്ചിട്ട് പുള്ളി അവിടെ വീണ്ടും മത്സരിക്കാൻ പോവാ. അപ്പൊ അതൊക്കെ അതൊരു ഭയങ്കര രാഷ്ട്രീയ ഇതായിരിക്കാം. ബിക്കോസ് ആൽബർട്ട കൂടുതലും കൺസർവേറ്റീവ് സപ്പോർട്ടായിരുന്നു. ആൽബർട്ട ഫുൾ കൺസർവേറ്റീവ് ആയിരുന്നു. ആൽബർട്ട ഇപ്പൊ അവർക്ക് സെപ്പറേറ്റ് ആയി അവർക്ക് US-ന്റെ ഭാഗമാകണം എന്നൊക്കെ പറയുന്നുണ്ട്. അതൊന്നും പ്രാക്ടിക്കലി പോസിബിൾ അല്ല. ബട്ട് സ്റ്റിൽ അങ്ങനെയൊക്കെയാണ് നിൽക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ നടന്ന് കയറാനുള്ളൂ. പക്ഷേ എനിക്ക് പറ്റിയൊരു അവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വിചാരിച്ച സമ്മറൊക്കെ ഇല്ലയോ ചൂടായിരിക്കും. ഈ മല കയറി ഇവിടെ വന്ന് ഇവിടെ മൊത്തം സ്നോയും കാര്യങ്ങളും ഒക്കെ അത്യാവശ്യം നല്ല തണുപ്പുമുണ്ട്. പിന്നെ ഭാഗ്യത്തിന് നമ്മുടെ എയർ കാനഡയുടെ ഒരു സ്വെറ്റർ വണ്ടിക്കകത്ത് കിടപ്പുണ്ടായിരുന്നു, അതെടുത്തങ്ങ് ഇട്ടു. അപ്പോൾ നമ്മൾ സൈപ്രസിലെത്തി ഗൈസ്. ഇനി നമുക്ക് അകത്തോട്ട് കയറാം. ഇവിടെ ടിക്കറ്റ് എന്നൊക്കെ പാർക്കിംഗ് ഫ്രീ ആണെന്നോ എന്ന് എനിക്കറിയത്തില്ല. ഏതായാലും ഭാഗ്യത്തിന് ഒരു കോഫി കയ്യിലുണ്ടായിരുന്നു. ഞാനത് രാവിലെ എണ്ണീറ്റ് കോഫി ഉണ്ടാക്കി അങ്ങ് സാധാരണ നമ്മൾ ജോലിക്കൊക്കെ പോകുന്നോട്ട് എടുത്തങ്ങ് വെച്ചതായിരുന്നു. അതായാലും വലിയ ഉപകാരമായി. ഇനി ആരും ചെന്ന് നോക്കട്ടെ ഇവിടുത്തെ സെറ്റപ്പ് എങ്ങനെ, പാർക്കിംഗ് ടിക്കറ്റ് ഉണ്ടോ, എന്നിട്ട് അത് കഴിഞ്ഞ് നമുക്ക് നടപ്പ് തുടങ്ങാം. ആക്ച്വലി ഇവിടെ പാർക്കിംഗ് $20 ഉണ്ട്. ഇന്നിപ്പോൾ അത് വിൻ്ററിനേക്കാണെന്ന് പറഞ്ഞു. ഇപ്പോൾ ഇവർ എൻഫോഴ്സ് ചെയ്യുന്നില്ല. പക്ഷേ പാർക്കിംഗ് ഫീ ഉണ്ട്. അവർ പറഞ്ഞ് എൻഫോഴ്സ് ചെയ്യുന്നില്ല. അപ്പോൾ പാർക്കിംഗ് ഇടേണ്ട കാര്യമില്ലെന്ന് പറഞ്ഞു ഒരാളോട് ഞാൻ സംസാരിച്ചപ്പോൾ. അപ്പോൾ നമ്മൾ $20 സേവ് ചെയ്ത് ഗൈസ്. ഇനി നമുക്ക് പക്ഷേ എനിക്ക് തോന്നുന്നില്ല എൻ്റെ ഇപ്പോഴത്തെ സെറ്റപ്പ് വെച്ച് എനിക്ക് നടക്കാമെന്ന്. ബിക്കോസ് ഞാൻ ഷോർട്സൊക്കെ ഇട്ടേക്കുന്നു. ഇവിടെ തന്നെ സ്നോയും കാര്യങ്ങളും ഒക്കെയാണ്. പിന്നെ മുകളിലോട്ട് പോകുമ്പോൾ അവസ്ഥ എന്താണെന്ന് എനിക്കറിയത്തില്ല. ഏതായാലും ഞാൻ അങ്ങോട്ട് നടക്കുവാണ് ഗൈസ്. ഇവിടെ ബെയറിനെയൊക്കെ കാണാനൊക്കുമെന്നാണ് പറയുന്നത്. അവിടെ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട്. വേറെ നമുക്ക് നടക്കാം. നടന്ന് ഞാൻ വേറെ ഒരു ലെവലിലോട്ട് എത്തി. ഇവിടെ ഒന്നാമത്തെ കാര്യം ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ എനിക്ക് നടന്നങ്ങ് മേളി വരെ കയറാനൊക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആയാലും പോകാവുന്നിടത്തോളം നമുക്കൊന്ന് പോയി നോക്കാം. ഇവിടെ ഫുൾ സ്നോ ആണ് ഗൈസ്, ഒരു രക്ഷയില്ല. പിന്നെ ഞാൻ ഒട്ടും പ്രിപ്പയർഡ് അല്ല, ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. അങ്ങ് നടന്നിങ്ങി പോന്നു. ഇങ്ങനെ പോന്നു. ഇവിടെ ഇപ്പോഴും സ്നോ ആണെന്നുള്ളത് ഞാൻ ചിന്തിച്ചില്ല. പക്ഷെ ഇവിടെ അന്യായ സ്നോ ആണ്, ഒരു രക്ഷയില്ല. ഇത് നമുക്ക് കുറച്ച് നടന്ന് നോക്കാം. പക്ഷേ ഒരു വ്യൂ പോയിന്റെങ്കിലും ഒന്ന് കിട്ടിയാൽ മതി. ഞാൻ പിന്നെ പോകുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ട്രെയിലൊന്നും നമുക്ക് കാണത്തൊന്നുമില്ല. ആളുകൾ നടന്നതിൻ്റെ ആ ഫുട് പ്രിൻറ്റ്സ് വെച്ച് ഞാനങ്ങ് നടക്കുമോ അറിയത്തില്ല ഗൈസ് എന്തായി തീരുമെന്ന്. ഒരു മനുഷ്യൻ പോലും ഇല്ല. ഇവിടെ ബെയറൊക്കെ ഉണ്ടാകുമെന്നും പറയുന്നുണ്ട്. ഏതായാലും നമുക്ക് പോകാൻ പറ്റുന്നിടത്തോളം പോകാം അല്ലേ.
ഇത് ഈ നടക്കുന്നതിനിടയ്ക്ക് ഇവിടെ ഇങ്ങനെ കണ്ടില്ലേ ചെറിയ ബ്രിഡ്ജൊക്കെ ഉണ്ട്. ഈ ബ്രിഡ്ജൊക്കെ പക്ഷേ സ്നോയിൽ കവേർഡാണ്. അപ്പം അതുപോലെ ഹൈക്കിങ് ഭ്രാന്തന്മാർ ഈ സമയത്ത് വന്ന് ഹൈക്ക് ചെയ്യത്തുള്ളൂ. അപ്പോൾ എനിക്ക് തോന്നുന്നില്ല ഇനി അങ്ങോട്ട് എനിക്ക് നടന്ന് കയറാമെന്ന്. ബിക്കോസ് അങ്ങോട്ട് പോകുന്നതോറും സ്നോ കൂടിക്കൊണ്ടിരിക്കും. കണ്ടില്ല, ഞാൻ ഒന്നാമത് റണ്ണേഴ്സ് ഷൂസും ഷോർട്സും ഒക്കെ ഇട്ടുകൊണ്ട് ഇറങ്ങി. ഒട്ടും പ്രിപ്പയർഡ് അല്ല. ഏതായാലും കുറച്ചും കൂടെ നമുക്കൊന്ന് പോയി നോക്കാം. ബിക്കോസ് ഈ ബ്രിഡ്ജൊക്കെ നമ്മൾ കണ്ടില്ലെങ്കിൽ എടുത്തടിച്ച് താഴെ വീഴും. ഇവിടെ വീണ് കഴിഞ്ഞാൽ വീണ് കിടക്കത്തേ ഉള്ളൂ, ആരും അറിയത്തുപോലും ഇല്ല. ആ ഒരു സെറ്റപ്പാണ് ഗൈസ്. ഏതായാലും പോകുന്നിടത്തോളം ഒന്ന് പോയി നോക്കാം. പക്ഷെ മേളിലോട്ട് വന്നപ്പോഴത്തേക്കിനും സണ്ണടിച്ചപ്പോഴത്തേക്കിനും ആ തണുപ്പൊന്ന് കുറഞ്ഞു. ബട്ട് സ്റ്റിൽ തണുപ്പുണ്ട്. ഈ സ്വെറ്റർ എടുത്തിട്ട് കാര്യമായി. കുറച്ചും കൂടെ പോയി നോക്കാം. ഒരു വ്യൂ പോയിന്റ് കിട്ടാനാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. അങ്ങ് മേളിൽ വരെ ചെന്നില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു വ്യൂ പോയിന്റ് കിട്ടി അത്രയുമായില്ല. പിന്നെ ഇങ്ങനെ നടന്നു വന്നപ്പോൾ ഇങ്ങനെ ലൊക്കേഷൻസ് ഒക്കെ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ കേസ്. അപ്പം ഞാനിപ്പോഴത് കണ്ടത്. ബിക്കോസ് മറ്റുള്ളതൊക്കെ എനിക്ക് തോന്നുന്നു സ്നോയിൽ കവേർഡാണെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്കിത് വെച്ച് പിടിക്കാം. ഏരിയ ക്ലോസ്ഡ്. അങ്ങനെ നമ്മൾ പ്രോപ്പറായിട്ടുള്ള ഹൈക്കിംഗ് ട്രെയിലിലോട്ടാണ് തോന്നുന്നു കേസ് കയറി. എനിക്കൊരു വലിയ വിവരമൊന്നുമില്ല, ഞാൻ അങ്ങ് പോവുകയാണ്. പക്ഷെ ഇവിടെ ഒരു ട്രെയിനൊന്നും കാണുന്നില്ല, അങ്ങ് നടക്കുക എന്നുള്ളതേ ഉള്ളൂ. എല്ലാം പോയി നോക്കാം വെച്ചോളൂ. പിന്നെ ഇങ്ങനെ വരുന്ന വഴിക്ക് ഇവിടെ വാട്ടർഫോൾസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷേ ഇതിനകത്തുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു ട്രെയിനിൽ അല്ലെങ്കിൽ ഈ ഒരു ഫോറസ്റ്റിനകത്ത് ഞാൻ മാത്രമേ ഉള്ളൂ കേസ്. ഇപ്പോൾ വന്നൊരു ബെയറൊക്കെ വന്നു കഴിഞ്ഞാൽ ബെയറിന് 2-3 ദിവസത്തേക്കിനുള്ള ഐറ്റം ഉണ്ട് നമ്മുടെ ദേഹത്ത്. അപ്പോൾ അങ്ങനെ ഒരു ഇച്ചിരി വെട്ടവും വെളിച്ചമുള്ളൊരു സ്ഥലത്ത് വന്നു. ഇത് ആക്ച്വലി ഒരു വർത്ത് ഹൈക്കാണ് ഗൈസ്. കാരണം മേളിലോട്ട് പോകുന്നതോറും നമ്മുടെ എക്സൈറ്റ്മെൻറ്റ് കൂടിക്കൊണ്ടിരിക്കും. കയറാൻ പറ്റിയില്ലെങ്കിൽ ഇത് 100% കയറാനൊക്കെ പറ്റില്ല. ബിക്കോസ് സ്ലിപ്പറിയാണ്, എടുത്തടിച്ച് വീഴും. അതുകൊണ്ട് ഞാൻ ഇവിടെയൊക്കെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് താഴോട്ട് ഇറങ്ങാമെന്ന് വിചാരിക്കുക. അങ്ങനെ കുറേ വന്ന് ഗൈസ്. ഇനി ഞാൻ കയറുന്നില്ല. ഇത് വളരെ ഭയങ്കര നല്ല സ്ലിപ്പറി. ഈ ഷൂസ് ഇട്ട് എന്തായാലും നടക്കത്തില്ല. പിന്നെ നമ്മൾ വെറുതെ ഇപ്പോൾ റിസ്ക് എടുക്കുന്നില്ല. അപ്പോൾ ഞാൻ തിരിച്ച് നടക്കാൻ തന്നെ തീരുമാനിച്ചു. ഏതായാലും തിരിച്ച് അങ്ങോട്ട് ചെല്ലുന്നുണ്ടെങ്കിൽ നമുക്ക് വ്യൂ പോയിൻറ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇനി അവിടെ ചെന്ന് കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ നമുക്ക് എടുക്കാം. അപ്പോൾ ഇവിടുന്ന് ഇറങ്ങട്ടെ ഗൈസ്. ഇത് നല്ല സ്ലിപ്പറി കേട്ടോ. ഇത് ഞാൻ അന്നേരം കുറച്ചുകൂടെ കയറി കഴിഞ്ഞാൽ വ്യൂ പോയിൻ്റ് കിട്ടുമെന്ന് വെച്ചോണ്ടോ കുറേ കയറിയത്. പക്ഷേ ഇത് റിസ്ക്കാണ്. ഇത്രയും കയറിയത് തന്നെ റിസ്ക്കാണ്. ഒന്നാമത് ഞാനൊരു റണ്ണേഴ്സ് ഷൂസൊക്കെ ഇട്ടുകൊണ്ട് ഇറങ്ങി. പോരാത്തൊരു ഷോർട്സ് കാണുന്നത് കഴിക്കും വട്ടാണ്. ആ 2-3 താഴെ ആ പാർക്കിൻ്റെ ആളുകളുണ്ടായിരുന്നു. അവർ തന്നെ എന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. കാരണം ആരെ ഈ ഇത്രയും സ്നോയ്ക്കകത്തൂടെ ഷോർട്സും റണ്ണേഴ്സും ഒക്കെ ഇട്ടുകൊണ്ട് വരുന്നത്. പക്ഷേ ഈ കോഫി ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്ത് കേട്ടു. കോഫി രാവിലെ ഉണ്ടാക്കിയുണ്ട്. ഈ തണുപ്പിനൊരു ചെറിയൊരു ആശ്വാസം നമുക്കുണ്ടായി. അയ്യോ ഇത് വള്ളിയായി. എടുത്തടിച്ച് വീണാതാണ്ട് ആ വാട്ടർഫോളിനകത്ത് കിടക്കും. ഇവിടെ ഒന്നും ഒരാൾ പോലും ഇല്ല. ഇതൊരു പ്രൊവിൻഷ്യൽ പാർക്കാണ്. പക്ഷെ ഇതൊരു സമ്മറി വന്നാൽ ഇതൊരു വർത്ത് ഹൈക്കായി. എന്തായാലും സമ്മറിൽ കുറച്ചും കൂടെ സമ്മറായിട്ട് വരാം. സമ്മറായില്ല. അപ്പോൾ ഞാൻ ഇത് കുറച്ച് നാളുണ്ട് വിചാരിക്കുന്നു. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ ഇതാണെന്ന് ഞാൻ അറിഞ്ഞില്ല. അങ്ങനെ നടന്ന് ഏതാണ്ട് നമ്മൾ താഴെ എത്തി. പക്ഷേ ഒരു നല്ല റിസ്ക് എടുത്തു കേട്ടോ. കാരണം അതിലൊക്കെ കൂടേണ്ട പ്രശ്നമില്ല. ഇത് ഒറ്റയ്ക്ക് വള്ളിയാണ്. കാരണം എന്തിനും പറ്റിപ്പോയി കഴിഞ്ഞാൽ അവിടെ കിടന്നു പോകത്തേ ഉള്ളൂ. നല്ല സ്ലിപ്പറിയോ. കാരണം കയറുമ്പോൾ അത്രയും സ്ലിപ്പറിയല്ല, ഇറങ്ങുമ്പോഴേ തെന്നി അടിച്ച് താഴെ വീഴും. ജില്ലെന്നങ്ങ് പോവും. അങ്ങോട്ട് കിടന്നു കൊടുത്താൽ നല്ല താഴോട്ടങ്ങ് ഇറങ്ങിക്കോളും. ആ ഒരു സെറ്റപ്പിലാണ് കിടക്കുന്നത്. പക്ഷേ എന്നാലും സ്നോ അത്രയും കട്ടി പിടിച്ച് കിടക്കുമല്ല, ബ്ലാക്ക് ഐസ് അല്ല. അത്രയും ഒരു ഗുണമുണ്ട്. ഇപ്പോഴും എനിക്ക് ഇത് ശരിക്കും വഴി തെറ്റും കേട്ടു. ഈ കുറച്ചൊരു 1 കിലോമീറ്റർ നടന്നു കഴിയുമ്പോഴേ അവിടെ ഡയറക്ഷൻസൊക്കെ എഴുതി വെച്ചേക്കുന്നത്. അതുവരെ ഒന്നുമില്ല, ഒരു ശൂന്യതയാണ് ഗൈസ്. പിന്നെ ഒരു പേടി വന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചങ്ങോട്ട് പോയപ്പോൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ബെയറുണ്ടെന്ന്. അത് കണ്ടപ്പോൾ ഒരു ചെറിയൊരു പേടി ഇല്ലാതെ ഇല്ല. അങ്ങനെ ഞാൻ തിരിച്ച് നടന്നത്. ഏതായാലും ഇനി താഴോട്ട് പോവാം. ഏതായാലും കേടുപാടുകളൊന്നും കൂടാതെ നമ്മളിങ്ങ് താഴെ എത്തി ഗൈസ്.
അത് തന്നെ വലിയ കാര്യം. പക്ഷെ ഇപ്പോൾ ആ സണ്ണൊക്കെ വന്നപ്പോഴത്തേക്കിനും തണുപ്പിച്ചിട്ടൊന്ന് കുറഞ്ഞു. നമ്മളങ്ങ് ആ മലയുടെ മണ്ടയ്ക്കായിരുന്നു കയറേണ്ടത്. കുഴപ്പമില്ല, നമുക്കിനിയും സമ്മറി വന്ന് കയറാം. ഇപ്പോൾ ആരും റിസ്ക് എടുക്കുന്നില്ല ഗൈസ്. പിന്നെ ഇവിടെ പല പരിപാടികളുണ്ട്. അതുകൊണ്ട് ഇവിടുന്ന് ഗണ്ടാല കയറി നമ്മൾ മേളിൽ പോയിട്ട് അതുകൊണ്ട് ഇങ്ങനൊരു സംഭവത്തെ തിരിച്ചിറങ്ങി വരിക. പക്ഷെ ഇതൊന്നും ഓപ്പൺ ആയില്ലെന്തോ, നമുക്ക് നോക്കാം അതിൻ്റെ പരിപാടി എങ്ങനെയാണ്. പിന്നെ ഇവിടെ നിന്നൊക്കെ പറഞ്ഞ് ഈ സംഭവമൊക്കെ എൻഡ് ഓഫ് മെയ് ആകുമ്പോഴേ ഓപ്പൺ ആകത്തുള്ളതെന്നാണ് പറഞ്ഞത്, അല്ലെങ്കിൽ ഒരു ജൂൺ ഫസ്റ്റ് വീക്കിലൊക്കെ. കാശ് ഈ സ്നോ ഒക്കെ ഒന്ന് ഉരുകി ഇറങ്ങണമല്ലോ. ഓക്കെ, അപ്പോൾ എനിവേസ് നമുക്കിനിയും അടുത്ത പരിപാടി നോക്കാം. ഇവിടെ വന്ന വഴിക്ക് കുറേ വ്യൂ പോയിൻറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ അങ്ങോട്ട് പോയി നോക്കാം. ഇപ്പോൾ പക്ഷേ ഹൈക്കുകാരൊക്കെ വന്ന് കേസുണ്ട്. ഇവർ ഹൈക്കിന് പോകുക. ഇവർ കണ്ടില്ലേ ഫുള്ളി പ്രിപ്പയർഡാണ്, ജാക്കറ്റൊക്കെ ഇട്ട് ഫുൾ സെറ്റായിട്ട്. നമ്മുടെ ജാക്കറ്റും കാര്യങ്ങളും ഹൈക്കിങ് ഷൂസും ഒക്കെ ഉണ്ടായിരുന്ന അടിപൊളിയായിരുന്നു. പക്ഷേ സംഭവം ഇല്ല. അപ്പോൾ പിന്നെ നമ്മൾ ഒരു റിസ്ക് എടുക്കാൻ വയ്യ. കാരണം ഞാൻ 2-3 ഞാൻ വീണെന്ന് തന്നെ പറയാം. അതിന് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, ശരിക്കും വീണു. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു അതായത് ഇത് ശരിയാകത്തില്ല, നമുക്ക് വരാം പിന്നെ വന്ന് ചെയ്യാം. കേസ് ഇവിടെ വന്നപ്പോഴാണ് ഞാൻ സത്യം ടെമ്പറേച്ചർ ചെക്ക് ചെയ്തത്. ഇവിടെ തന്നെ 0 ആയിരുന്നു ടെമ്പറേച്ചർ. അപ്പോൾ മേളിലൊക്കെ എന്ന് പറഞ്ഞാൽ -ആ ടെമ്പറേച്ചർ. നല്ല വള്ളിയായിരുന്നു. അതിൽ നടന്ന് ഷോർട്സൊക്കെ ഇട്ട് വന്ന് ഇടയ്ക്കിടയ്ക്ക് തന്നെ അവിടുത്തെ സ്റ്റാഫൊക്കെ നോക്കും. പക്ഷേ ഇവിടെ ഒരുപാട് സ്റ്റാഫും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ അവിടെ കാണും വീണ് പോയി കഴിഞ്ഞാൽ വീണ് കിടക്കത്തേ ഉള്ളൂ, സ്റ്റാഫൊന്നും അറിയത്തൊന്നുമില്ല. പിന്നെ അവരുടെ ആ ഒരു ബഗ്ഗിയിൽ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതൊക്കെ ഉണ്ട്. whatever. അടിപൊളിയായിരുന്നു. പക്ഷേ ആ ഒരു നമ്മൾ ആ ഒരു സ്നോയ്ക്ക് നമ്മൾ പ്രിപ്പയർഡ് അല്ലായിരുന്നു. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇത്രയും സ്നോ ആയിരിക്കും എന്നുള്ളത്. നമ്മൾ ആ ഒരു സമ്മറായി എന്നുള്ള രീതിയിലേക്ക് പോകുന്നു. പക്ഷേ ശരിയാണ്, മല കയറുന്നുണ്ട്, മുകളിലോട്ട് സ്നോ ആണ്. ഇത്രയും ചിന്തിച്ചില്ല. കുഴപ്പമില്ല, നമുക്കിനിയും വരാം. ഇനിയിപ്പോൾ എന്തായാലും ഇപ്പോൾ ഈ എൻഡ് ഓഫ് മെയ് ആകുമ്പോഴത്തേനും ഈ സ്നോ എല്ലാം മെൽറ്റായി താഴെ വീഴും. അപ്പോൾ പിന്നെ കുഴപ്പമില്ല, നമുക്ക് സെറ്റാക്കാം. ഇനിയിപ്പോൾ നമുക്ക് പോകുന്ന കിട്ടില്ല ഡ്രൈവാണ്, ഒരു രക്ഷയില്ല. ഞാൻ അതിൻ്റെ ഒരു ടൈം ലാപ്സ് എടുത്തിട്ടുണ്ട് കയറി വന്നപ്പോൾ. അടിപൊളി ഡ്രൈവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഡ്രൈവാണ്. പക്ഷേ ഇത് എന്താ നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു 40 മിനിറ്റ്സ് ഡ്രൈവേ ഉള്ളൂ. അടിപൊളിയാണ്. നല്ല ഒരു ഡ്രൈവിന് വരാൻ പറ്റിയ, അല്ലെങ്കിൽ ഒരു ദിവസം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു സെറ്റപ്പാണ് ഇവിടെയൊക്കെ. ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ ഞാൻ വന്ന വഴിക്ക് കുറേ വ്യൂ പോയിന്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ പിന്നെ വിചാരിച്ചു ചൂടല്ലയോ, ചൂട് നോക്കുന്നൊരു മല കയറാമെന്ന് വെച്ച് വന്നത്. അതായത് നല്ല വള്ളിയായി. ഇനിയിപ്പോൾ നമുക്ക് ആ വ്യൂ പോയിന്റിലൊക്കെ ചെന്ന് നമ്മൾ 2-3 ഫോട്ടോസൊക്കെ എടുത്ത്, എന്നാലും കുഴപ്പമില്ല, നമുക്കൊരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. എല്ലാ ദിവസവും നമ്മൾ ജിമ്മിൽ പോകുന്നത് നിന്നൊന്ന് മാറ്റി പിടിക്കാമെന്ന് വെച്ചുകൊണ്ടായിരുന്നു നല്ല ഹൈക്കിന് വന്നത്. പക്ഷേ ആ ഹൈക്ക് അങ്ങോട്ട് നടന്നില്ല. കാരണം ഒരു 2 കിലോമീറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഒന്നുമല്ല. ഞാൻ അത്യാവശ്യം വർക്കിന് പോകുന്നുണ്ടെ ഒരു ദിവസം തന്നെ 20,000 സ്റ്റെപ്സ്. അത് 10 കിലോമീറ്റേഴ്സിന് മേലെ നമ്മൾ നടക്കും. ബിക്കോസ് നമ്മുടെ 12 hours എന്ന് പറഞ്ഞാൽ ഫുൾ നടപ്പും നിപ്പും മാത്രമല്ല ഉള്ളൂ. അപ്പോൾ അത് എന്നെ സംബന്ധിച്ച് ഇതൊരു വലിയ നടപ്പൊന്നൊന്നും പറയാനില്ല. പക്ഷേങ്കിൽ ഇത് നമുക്ക് ഒന്ന് കയറാൻ പറ്റിയിരുന്നെങ്കിൽ വേർത്തായിരുന്നു. കുഴപ്പമില്ല, നമുക്ക് ഇനി നെക്സ്റ്റ് ടൈം വരാം. നമുക്ക് അതിലൊരു വ്യൂ പോയിന്റ് ചിന്തിക്കാം ഗൈസ്. അങ്ങനെ ഞാൻ ഒരു വ്യൂ പോയിന്റിൽ കൊണ്ട് നിർത്തി ഗൈസ്. ഇവിടെ നല്ല വ്യൂ ആണ് കേട്ടോ. ഡ്രോൺ ഒന്നും ചെയ്യല്ലെന്ന് പ്രത്യേകം എഴുതിയിട്ടുണ്ട്. ഡ്രോണില്ല, സ്മോക്കിംഗ് ഒക്കത്തില്ല, അങ്ങനെ പല റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഓക്കെ, നല്ല വ്യൂ കേട്ടോ. ആക്ച്വലി എനിക്ക് തോന്നുന്നു ഇവിടെ താഴോട്ട് നടക്കാനുള്ള സെറ്റപ്പ് ഉണ്ടെന്ന് തോന്നുന്നു. ഞാൻ വണ്ടി അങ്ങോട്ട് പാർക്ക് ചെയ്തു. അല്ല, നമുക്ക് താഴോട്ട് പോയി നോക്കാം. അങ്ങനെ നമ്മളൊരു ഡിയറിനെ കണ്ടു. ഇതേണ്ട ഡിയർ നിൽക്കുന്നു നമ്മുടെ വണ്ടിയുടെ തൊട്ട് ഫ്രണ്ടിൽ. അടിപൊളി. ഇതേണ്ട കണ്ടു പോകുന്നു. തിരിച്ച് കാട്ടി കയറി 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 തോണ്ട് നിൽക്കുന്നു. അടിപൊളി. ഞാനങ്ങനെ നല്ല പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ ഇറങ്ങി വരികയായിരുന്നു. നല്ല ഡ്രൈവാണ് കേസ്, ഒരു ഫീലാണ് ഇവിടുത്തെ ഡ്രൈവ്. ഒന്നാമത്തെ കാര്യം റഷ് ഇല്ല. പിന്നെ ഒരു ഇങ്ങനെ നമ്മുടെ ശബരിമലയൊക്കെ കയറുന്നോട്ടുള്ള കയറ്റവും ഇറക്കവും മൊത്തം ഒരു നല്ലൊരു പറഞ്ഞൊരു നേച്ചർ ഫ്രണ്ട്ലിയാണ്. അതിനിടയ്ക്ക് ഒരു ഡിയറിനെ കണ്ടപ്പോൾ അതായത് നമ്മുടെ ഫ്രണ്ടിൽ തന്നെ കിട്ടി. പിന്നെ ട്രാഫിക് ഇല്ലാത്തതുകൊണ്ട് റോഡിൻ്റെ നടുക്ക് നിർത്താനും പറ്റും. ഇങ്ങനെ ചെല്ലുന്നു. പക്ഷേ ഇതിനകത്ത് താഴോട്ടൊക്കെ വീടുകളൊക്കെ ഉണ്ട് കേട്ടോ, വലിയ ഫാം ഹൗസസും ഒക്കെ ഉണ്ട്. സെറ്റപ്പാ. ഒരു ഡിയറിനെ കണ്ടു. എനിക്കൊരു ബെയറിനെ കണ്ടായിരുന്നു, അടിപൊളിയാണ്. പക്ഷെ ബെയറിനെ കണ്ടില്ല കേസ്. ബെയറിനെ കണ്ടായിരുന്നു. ഡിയർ പിന്നെ അപകടകാരിയല്ല, എന്നാലും ഒരു ബെയറിനെ ഒന്ന് കാണാൻ പറ്റിയിരുന്നെങ്കിൽ നല്ലതായിരുന്നു. പക്ഷെ അവിടെ എവിടെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഇതുപോലെ ഡിയർ ക്രോസിങ്ങും ബെയറും ഒക്കെ ഉണ്ടെന്നുള്ളത്. കുറച്ച് ഞാൻ ഡ്രൈവ് ചെയ്ത് വന്നപ്പോൾ കേസ് ഇവിടെ ട്രെസൽ വാക്ക് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം എഴുതി വെച്ചിരിക്കുന്നത്. എന്താ സംഭവം എന്ന് നോക്കാം. ഇവിടെ കണ്ട് ചെറിയൊരു ബ്രിഡ്ജൊക്കെ ഉണ്ട്. എനിക്ക് ആ ബ്രിഡ്ജേ കൂടെ നടന്നു പോകുന്നതാണെന്ന് തോന്നുന്നു. ഞാനിത് ആക്ച്വലി ഇതൊരു ഹൈക്കിംഗ് സൈറ്റാണ്. പക്ഷേ എങ്കിൽ മറ്റേതുപോലെ അങ്ങനെ വലിയ വലിഞ്ഞ് മലകയറ്റമല്ല. ഏതായാലും നോക്കാം, ഒന്ന് നടന്നു നോക്കാം. സെറ്റാ. അങ്ങോട്ട് പ്രൈവറ്റ് പ്രോപ്പർട്ടി, അങ്ങോട്ട് കയറണമെന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് സംഭവം. ഇത് ഓപ്പണാണ്. ഇവിടെ അടിപൊളി പാർക്കിംഗ് ഒക്കെ ഉണ്ട്. നമ്മുടെ വണ്ടി എവിടെ ഇട്ടിട്ടുണ്ട്. നമുക്ക് ഇവിടുന്ന് കയറി നോക്കാം. അങ്ങനെ കേസ് നമ്മുടെ അന്നത്തെ ഹൈക്കിങ് പകുതിക്ക് വെച്ച് നമുക്ക് നിർത്തേണ്ടി വന്നു. കാരണം
ഇതിപ്പോൾ അന്നത്തെ വീഡിയോ കഴിഞ്ഞ് ഏതാണ്ട് ഒരു 1.5 ആഴ്ച കഴിഞ്ഞാണ് നമ്മളിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത്. ബിക്കോസ് അന്ന് ആ വീഡിയോ നമുക്ക് എൻഡ് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് തിരിച്ച് വരുന്ന വഴിക്ക് എൻ്റെ ഗോപ്രോയുടെ ബാറ്ററിയും അങ്ങ് തീർന്നു പോയി ഗൈസ്. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ വേറെ ഒന്നുമല്ല, നമ്മുടെ ജിതിൻബ്രോ കാൽഗറിയിൽ നിന്ന് വരുന്നുണ്ട്. ജിതിൻബ്രോയെ നമ്മൾ എയർപോർട്ടിൽ പോയി പിക്ക് ചെയ്യാൻ പോവാണ് ഗൈസ്. ജിതിൻബ്രോ ഇന്ന് ആക്ച്വലി നാളെ രാവിലെ ആളങ്ങ് പോവും. നാളെ ഇച്ചിരി ഒരു ആവശ്യത്തിന് വേണ്ടി വരിക. അപ്പോൾ ജിതിൻബ്രോ നമ്മൾ അത്യാവശ്യം നല്ല രീതിക്ക് കാൽഗറി ട്രീറ്റ് ചെയ്തതാണ്. അപ്പോൾ അതിനുള്ള ടൈമൊന്നുമില്ല. എന്നാലും ജിതിൻബ്രോ ഇവിടെ സർട്ടൺ അവേഴ്സേ ഉള്ളൂ. ആ അവേഴ്സ് നമ്മൾ മാക്സിമം അടിപൊളിയാക്കി കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ പോയി ജിതിൻബ്രോയെ പോയി പിക്ക് ചെയ്യാം ഗൈസ്, നേരെ എയർപോർട്ടിലോട്ട്. ഗൈസ് നമ്മളങ്ങനെ എയർപോർട്ടിലെത്തി. ജിതിൻബ്രോ എത്തിയിട്ടുണ്ട്. ജിതിൻബ്രോ ഇപ്പോൾ എന്നെ ജസ്റ്റ് വിളിച്ചായിരുന്നു. അപ്പോൾ നമ്മൾ വണ്ടി പാർക്കിങ്ങിലൊന്നും ഇടുന്നില്ല, വെറുതെ സമയം കളയണ്ട. ജിതിൻബ്രോ നാളെ രാവിലെ തന്നെ തിരിച്ചു പോകണം ഗൈസ്. ഒരു ചെറിയൊരു ആവശ്യത്തിന് വേണ്ടി വന്നതാണ്. ഇപ്പോൾ വളരെ കുറച്ച് സമയമേ ഉള്ളൂ. അത് നമ്മൾ മാക്സിമം സെറ്റാക്കി കൊടുക്കണം. ബിക്കോസ് ജിതിൻബ്രോ നമ്മളെ നല്ല രീതിക്ക് കാൽഗറി ചെന്നപ്പോൾ നമ്മളെ ട്രീറ്റ് ചെയ്തത്. ആ വീഡിയോസ് ഒന്നും കണ്ടിട്ടില്ലാത്തവരൊന്ന് പോയി കണ്ടു നോക്കുക. നമ്മൾ കാൽഗറി ഹാന ഒക്കെ കിടിലും വീഡിയോസ് ആയിരുന്നു ചെയ്തത്. 2 ദിവസം ജിതിൻബ്രോ നല്ല രീതിയിൽ നമ്മളെ ട്രീറ്റ് ചെയ്തതാണ്. ഈ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല തിരക്കുള്ളൊരു സമയം എയർപോർട്ടിൽ. ജിതിൻബ്രോ ഇവിടെ എവിടെ നിപ്പുണ്ട്, നമുക്ക് പോയി പൊക്കാം. ജിതിൻബ്രോ പോയി. ജിതിൻബ്രോ ആക്ച്വലി ഇന്നൊരു അത്യാവശ്യത്തിന് ഇങ്ങോട്ട് വന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല. ബിക്കോസ് ഇന്നലെ നൈറ്റ് വന്നു, ഇന്ന് രാവിലെ തിരിച്ചു പോയി. 12 o'clock ഫ്ലൈറ്റ്. അപ്പോൾ നമ്മളിപ്പോൾ അങ്ങോട്ട് കയറ്റി വിട്ടു. ഞാൻ കോസ്കോയിൽ വന്നതാണ് കേസ്, നമ്മുടെ വീക്ക്ലി ഷോപ്പിങ്ങിന് വേണ്ടി. അപ്പോൾ എല്ലാം കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് കാണാം. എനിവേസ് നമ്മൾ മറ്റേ സൈപ്രസ് മൗണ്ടൻ വിട്ടിട്ടില്ല ഗൈസ്. അത് നമ്മൾ ഹൈക്ക് തുടരും, അത് കംപ്ലീറ്റ് ചെയ്യും നമ്മൾ. അപ്പോൾ ഒരു ജൂൺ വരെ വെയിറ്റ് ചെയ്യാം. അവിടുത്തെ സ്നോ ഒക്കെ ഒന്ന് ഇറങ്ങട്ടെ. അപ്പോൾ താങ്ക്സ് ഫോർ സപ്പോർട്ടിങ്, കീപ് സപ്പോർട്ടിങ് ഗ്ലോബി കെറ്റ്.